ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ നമ്മളെല്ലാവരെയും സമ്മർദ്ദമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് മർക്കോസിൻ്റെ സുവിശേഷത്തിലെ 11 അധ്യായത്തിലെ 12 തിരുവചനം വായിക്കാം നമുക്ക്. അടുത്ത ദിവസം അവൻ ബഥാനിയിൽ നിന്ന് വരുമ്പോൾ അവന് വിശക്കുന്നുണ്ടായിരുന്നു. അകലെ തളിരിട്ട് നിൽക്കുന്ന ഒരു അത്തിമരം കണ്ട് അതിൽ എന്തെങ്കിലും ഉണ്ടാകാം എന്ന് വിചാരിച്ച് അടുത്തു ചെന്നു. എന്നാൽ ഇലകളല്ലാതെ മറ്റൊന്നും കണ്ടില്ല. അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു. അവൻ പറഞ്ഞു, ആരും ഇനിയൊരിക്കലും നിന്നിൽ നിന്ന് പഴം തിന്നാതിരിക്കട്ടെ. അവൻ്റെ ശിഷ്യന്മാർ ഇത് കേട്ടു. പ്രൈസ് ദി ലോർഡ്. അടുത്ത ദിവസം അവൻ ബഥാനിൽ നിന്ന് വരുമ്പോൾ അവന് വിശക്കുന്നുണ്ടായിരുന്നു. അകലെ തളിരിട്ട് നിൽക്കുന്ന ഒരു അത്തിമരം കണ്ട് അതിൽ എന്തെങ്കിലും ഉണ്ടാകാം എന്ന് വിചാരിച്ച് അടുത്തു ചെന്നു. എന്നാൽ ഇലകളല്ലാതെ മറ്റൊന്നും കണ്ടില്ല. ആരും ഇനിയൊരിക്കലും നിന്നിൽ നിന്ന് പഴം തിന്നാതിരിക്കട്ടെ. അവൻ്റെ ശിഷ്യന്മാർ ഇത് കേട്ടു. അവർ രാവിലെ അത്തിമരത്തിൻ്റെ സമീപത്തു കൂടി കടന്നു പോകുമ്പോൾ അത് സമൂലം ഉണങ്ങിപ്പോയിരിക്കുന്നത് അവർ കണ്ടു. അപ്പോൾ പത്രോസ് അവനെ അനുസ്മരിച്ചു, ഗുരു, നോക്കൂ, നീ ശപിച്ച അത്തിമരം ഉണങ്ങിപ്പോയിരിക്കുന്നു. യേശു പ്രതിവചിച്ചു, ദൈവത്തിൽ വിശ്വസിക്കുക. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഹൃദയത്തിൽ ശങ്കിക്കാതെ പറയുക. അതിനാൽ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ. നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ. അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും. യേശുവിൻ്റെ ജെറൂസലം പട്ടണ പ്രവേശനത്തിന് ശേഷം അടുത്ത ദിനത്തിലുണ്ടായ ഒരു സംഭവം, തുടർന്നുള്ള ദിനങ്ങളിൽ ആ സംഭവവും സംബന്ധിച്ച് ശിഷ്യന്മാർക്ക് നൽകുന്ന വിശദീകരണമാണ് ഈ വചനഭാഗത്തെക്കുറിച്ച് നമ്മൾ ഇപ്പോൾ വായിച്ചു കേട്ടത്. മത്തായി സുവിശേഷകൻ തൻ്റെ സുവിശേഷത്തിൽ യേശുവിൻ്റെ ജെറൂസലം പ്രവേശനവും ദേവാലയ ശുദ്ധീകരണവും കഴിഞ്ഞ് തുടർന്നു വരുന്ന ദിവസം ദേവാലയത്തിലേക്ക് പോകുന്നതാണ് നടക്കുന്ന സംഭവമായിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത്. മർക്കോസിൻ്റെ വിവരണത്തിൽ ഇതിന് 2 തലങ്ങളുള്ളതായി കാണാൻ സാധിക്കും. അത്തിമരത്തെ ശപിക്കുന്ന സംഭവവും അതിൻ്റെ പ്രത്യാഘാതവും, തുടർന്ന് വിശ്വാസത്തെ സംബന്ധിച്ച് നടത്തുന്ന പ്രഭാഷണവുമാണ് ഈ 2 തലങ്ങൾ. അത്തിമരത്തെ ശപിക്കുന്ന സംഭവം അക്കാലത്തെ സാമൂഹികവും മതപരമായ സാഹചര്യത്തെ വ്യക്തമാക്കുന്ന വിശദീകരണം കൂടി നൽകുന്നതാണെന്നും പ്രത്യേകത ശ്രദ്ധ അറിയിക്കുന്നുണ്ട്. ഇതിൽ ദേവാലയത്തിൽ ഔദ്യോഗികമായി പ്രവേശിച്ചതിനും അവിടെ എല്ലാം ചുറ്റിക്കടന്ന് കണ്ടതിന് ശേഷം തിരികെ പോയി യേശു പിറ്റേന്ന് ബഥാനിയിൽ നിന്ന് ദൈവത്തിലേക്ക് തിരികെ വരികയായിരുന്നു. അവന് വിശക്കുന്നുണ്ടായിരുന്നെന്ന് മർക്കോസ് പ്രത്യേകം പറയുന്നു. വിശപ്പ് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള വിശപ്പ്, ഇതിനെ ദൗത്യത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്ന് കാണുന്നതിലും തെറ്റില്ല. വിശപ്പ് ശക്തമായൊരു ആഗ്രഹമാണല്ലോ. മാത്രമല്ല, ജീവൻ നിലനിർത്താനും അസ്വാസ്ഥ്യങ്ങൾ ഒഴിവാക്കാനും മനുഷ്യന് ലഭിക്കുന്ന ഉൾപ്രേരണയുമാണത്. അകലെ തളിരിട്ട് നിൽക്കുന്ന അത്തിമരം കണ്ട് അവിടെ ചെന്ന് അതിൽ എന്തെങ്കിലും ഉണ്ടാകാമെന്ന് കരുതി അവൻ സസൂക്ഷ്മം വീക്ഷിക്കുകയാണ്. എന്നാൽ ഇലകളല്ലാതെ ഒന്നും കണ്ടില്ല. തുടർന്ന് വരുന്ന വാചകം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു. സൃഷ്ടാവായ ദൈവത്തിന് അവൻ്റെ സൃഷ്ടിയിൽ എപ്പോൾ വേണമെങ്കിലും പ്രതിഫലം ആഗ്രഹിക്കാനുള്ള അധികാരമുണ്ട്, അല്ലെങ്കിൽ റൈറ്റ് ഉണ്ട്. അത്തിവൃക്ഷത്തെക്കുറിച്ചും അതിൽ ഫലങ്ങൾ ഉണ്ടാകുന്ന കാലത്തെക്കുറിച്ചും യേശു അജ്ഞനായിരുന്നു എന്ന് പറയാൻ സാധിക്കത്തില്ല.
അവന് വിശക്കുന്നുണ്ടായിരുന്നു എന്ന വചനം സാഹചര്യത്തിന് അനുചിതമായി അനുഭവപ്പെടാം. അതിനാൽ പ്രത്യക്ഷത്തിൽ അത്യമരമാണ് വിഷയമെങ്കിലും പരോക്ഷമായി മറ്റെന്തിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്? യേശു അത്തിവൃക്ഷത്തെ നോക്കി പറയുന്നത്, ഇനിയൊരിക്കലും ആരും നിന്നിൽ നിന്ന് ഫലം തിന്നാൻ ഇടയാക്കാതിരിക്കട്ടെ. പിറ്റേന്ന് നോക്കുമ്പോൾ ആ മരം ഉണങ്ങി നിൽക്കുന്നതായി പത്രോസ് യേശുവിനെ ഓർമ്മിപ്പിക്കുന്നു. മർക്കോസ് മേൽപ്പറഞ്ഞ സംഭവത്തിന്റെ ലക്ഷ്യമാണ് പറയുന്നത് എന്ന് വ്യാപകമായ അർത്ഥത്തിൽ നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. അത്തിമരം ഉണങ്ങിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുക, ഹൃദയത്തിൽ ശങ്കിക്കാതിരുന്നാൽ പറയുന്നത് സംഭവിക്കുക തന്നെ ചെയ്യും. തുടർന്ന് ദൈവത്തെക്കുറിച്ചും ദൈവാശ്രയത്തെക്കുറിച്ചുമാണ് അവിടെ വചനത്തിൽ പറയപ്പെടുന്നത്. ഒടുവിൽ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ നിബന്ധനയായ ക്ഷമയെക്കുറിച്ച് സംസാരിക്കുന്നു. വിശ്വാസത്തോടെ ഹൃദയശങ്ക കൂടാതെ ദൈവത്തിൽ ആശ്രയം വയ്ക്കാനും ദൈവവുമായി ഐക്യത്തിൽ കഴിയാനും ക്രിസ്തുവിശ്വാസി ശ്രമിക്കണമെന്ന് ശിഷ്യന്മാരോട് വ്യക്തമായിട്ട് യേശു പറയുകയാണ്. ഇവിടെ അത്തിവൃക്ഷത്തിൽ ഫലം അന്വേഷിക്കുന്നതും അത്തിവൃക്ഷം തളിരിട്ട് നിൽക്കുന്നതും ഒരു സുപ്രഭാതത്തിൽ ഉണങ്ങിപ്പോകുന്നതുമെല്ലാം ഉപമാരൂപത്തിൽ മൈസാനിക രഹസ്യം വെളിപ്പെടുത്തുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. തുടർന്ന് അതെല്ലാം കണ്ട് തിരിച്ചു പോവുകയും ചെയ്തു. തുടർന്ന് മർക്കോസ് വിവരിക്കുന്നത് അത്തിവൃക്ഷത്തിൽ ഫലങ്ങൾ ഉണ്ടാവാതെ പോകട്ടെ എന്ന് പറഞ്ഞതിന് ശേഷം മർക്കോസ് പറയുന്നത് ദേവാലയത്തിലും പരിസരത്തിലും നടക്കുന്ന അനാചാരങ്ങളെ കുറിച്ചാണ്. എൻ്റെ ഭവനം എല്ലാ ജനതകൾക്കുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. അതിന് യോജിച്ച വിധം പ്രവർത്തിക്കേണ്ടതിന് പകരം അതിനെ കച്ചവടക്കാരുടെ ഗുഹയായി തീർത്തിരിക്കുന്നു. യേശു വളരെ ഒരു ദേഷ്യം ഉള്ള വ്യക്തി, അല്ലെങ്കിൽ ഒരു ആംഗ്രി മൂഡിൽ വരുന്ന ഒരു സംഭവം മാത്രമേ ഉള്ളൂ. എന്താണ് പറയുക, ചാട്ടവാറെടുത്ത് പറയാണ്, ഇത് എൻ്റെ പിതാവിൻ്റെ ഭവനമാണ്, ഇത് പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. എൻ്റെ ഭവനം എല്ലാ ജനങ്ങൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കുന്നതിന് യോജിച്ച വിധം പ്രവർത്തിക്കുന്നതിന് പകരം അതിനെ കച്ചവടക്കാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു. ഇന്ന് പല പള്ളികളും ഏത് രീതിയിലാണ് നടത്തിക്കൊണ്ട് പോകുന്നത്, അവിടെ എന്തെല്ലാം തരത്തിലുള്ള കച്ചവടങ്ങൾ നടക്കുന്നുണ്ട്. ഇതെല്ലാം ദൈവവചനത്തിനെതിരാണെന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചല്ല നമ്മൾ ജീവിക്കേണ്ടത്, ദൈവവചനങ്ങൾക്കനുസൃതമാണ്. ഈ ദൈവവചനങ്ങളെ ഹൃദയസ്ഥമാക്കാനും ദൈവവചനങ്ങളെ യഥാസ്ഥാനത്ത് അല്ലെങ്കിൽ അതേ രീതിയിൽ അതിനെക്കുറിച്ച് പഠനം നമുക്ക് ജ്ഞാനം ആവശ്യമാണ്. അല്ലെങ്കിൽ എല്ലാ വിശുദ്ധ ദേവാലയങ്ങളും കച്ചവട സ്ഥലങ്ങളായിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യും. ഓരോ സംഘടനകൾ അവരുടെ ഫുഡ് വിൽക്കാനും അല്ലെങ്കിൽ മറ്റുള്ള സംഭവങ്ങളും ഒരുപാട് കച്ചവടങ്ങൾ പള്ളിയും ഞാൻ കിടക്കുന്നില്ല, എൻ്റെ സബ്ജക്റ്റ് അല്ലാതെ നടക്കുന്നുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. എല്ലാ പള്ളിയും ഓൾമോസ്റ്റ് ഉള്ള പള്ളികളിൽ നടക്കുന്ന സംഭവമാണത്. അത് യേശുവിൻ്റെ വചനത്തിനെതിരാണോ അല്ലയോ എന്ന് വിശുദ്ധ ഗ്രന്ഥം വായിച്ച് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വെളിപ്പാട് തരട്ടെ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ അത് പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുന്നതിന് യോജിച്ച വിധം പ്രവർത്തിക്കേണ്ടതിന് പകരം അതിനെ കച്ചവടക്കാരെ ഗോയായി തീർത്തിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് കർത്താവ് അവനെ പ്രഘോഷിക്കുകയാണ് ചെയ്തു. യഥാർത്ഥത്തിൽ യേശു ഫലം അന്വേഷിച്ച അത്തിവൃക്ഷം ജീവനുള്ളതും ആകർഷണീയമായിരുന്നു. അടുത്ത് എത്തിയപ്പോഴാണ് മനസ്സിലാകുന്നത് അതിൽ ഫലങ്ങളോ ഒന്നുമില്ലെന്നും കാഴ്ചമേനിയുള്ള കാര്യങ്ങളൊന്നുമില്ലെന്നും ഇസ്രായേലിലെ പ്രധാനികൾ, സംരക്ഷകരും, ദേവാലയ പരിക്രമികളും, വചന ശുശ്രൂഷകരും എല്ലാം ഫലം തരാത്ത അത്തിവൃക്ഷം പോലെയാണ്. പ്രതാപത്തിൻ്റെയും പ്രൗഢിയുടെയും അഹംഭാവത്തിൻ്റെയും കൊഴുപ്പിൽ ദൈവത്തിൻ്റെ പേരിൽ ദൈവത്തെ മറക്കുന്ന ഒരു ജനമാണ് അന്നും ഇന്നും ഉള്ളത്. അവരാണ് ഫലം നൽകാത്ത അത്തിവൃക്ഷം. ഒരുപക്ഷെ മർക്കോസിന്റെ മനസ്സിൽ അതുണ്ടായിരുന്നിരിക്കണം. ഇത് എഴുതുമ്പോൾ ഒരുപക്ഷെ ഇത് ആദ്യകാല ക്രൈസ്തവ
ജീവിത സമൂഹത്തിന് എതിരെയുള്ള വിമർശനവുമാവാം. തീഷ്ണതയോടും ആവേശത്തോടും കൂടെ ആരംഭിക്കുകയും എന്നാൽ ഫലം നൽകേണ്ട സമയങ്ങളിൽ അതിന് യോഗ്യമായ ഫലം പുറപ്പെടുവിക്കാതിരിക്കുകയും ചെയ്യുന്ന സമൂഹങ്ങൾ, വ്യക്തികൾ അന്നുണ്ടായിരിക്കാം. ഇന്നത്തെ പോലെ തന്നെ ഇന്നുമുണ്ട്, അല്ലേ? നമുക്കറിയാം. നമ്മളതിൻ്റെ ഇൻഡിവിജ്വലായിട്ട് വ്യക്തികളിലേക്കോ സമൂഹത്തിലേക്കോ വിശുദ്ധ ദേവാലയത്തിൻ്റെ കാര്യങ്ങളോ അതിൻ്റെ സെറ്റപ്പിലേക്കോ ഒരു കോർപ്പറേഷൻ ബോഡി പോലെ പ്രവർത്തിക്കുന്നതിലേക്കോ ഒന്നും നമ്മൾ ഏർപ്പെടുന്നില്ല. കർത്താവിൻ്റെ വചനം ആകാശം ഭൂമിയും കടന്നു പോയാലും എൻ്റെ വചനങ്ങൾ കടന്നു പോകില്ല എന്ന് പറഞ്ഞ ദൈവവചനമാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. എൻ്റെ ജീവിതം ഐശാനിക ദൗത്യത്തിൽ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന അത്യവക്ഷമായി മാറണം. എപ്പോൾ ചോദിച്ചാലും ദൈവത്തിന് ഫലങ്ങൾ കൊടുക്കാനുള്ള കൃപ നമ്മളിൽ ഉണ്ടാകണം. പ്രാർത്ഥനയിൽ വിശ്വാസവും ഹൃദയബോധ്യവും നമുക്കുണ്ടാകണം. ദൈവവുമായുള്ള ബന്ധം വളർത്താനും ക്ഷമിക്കാനും പൊറുക്കാനും കഴിയണം. ദൈവം നിരന്തരം നമ്മോട് ക്ഷമിക്കുന്നതിനാണെന്ന് നമുക്ക് തിരിച്ചറിയണം. ആ ഒരു അവസ്ഥയിൽ കൂടി കടന്നു പോകുമ്പോൾ മാത്രമേ നമ്മൾ പരിപൂർണമായ അത്യവൃക്ഷമായിട്ട് മാറാൻ സാധിക്കുകയുള്ളൂ. ഫലങ്ങൾ നിറഞ്ഞ അത്യവൃക്ഷമായിട്ട് മാറാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ പുറമെ നോക്കുമ്പോൾ ഒരു പച്ച ഇലകളുള്ള നല്ല രീതിയിൽ കാണും. പക്ഷേ അടുത്ത് വന്ന് നോക്കുമ്പോൾ നമ്മളിലൊന്നും ഫലങ്ങൾ കാണില്ല. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. യേശുവേ, ഞങ്ങൾ അത്തിവൃക്ഷത്തിൽ യേശു അന്വേഷിക്കുമ്പോൾ ഞങ്ങൾ ഫലമുള്ള അത്തിവൃക്ഷങ്ങളായി മാറട്ടെ. ഞങ്ങൾ ഫലങ്ങൾ കൊടുക്കാനായിട്ട് ഞങ്ങളെ നീ തിരഞ്ഞെടുത്താലും നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം ഞങ്ങൾക്ക് നൽകിയാലും കച്ചവടമേ അല്ല, നിന്റെ ദേവാലയം അത് പ്രാർത്ഥനാലയമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കാനുള്ള കൃപകൾ ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ.